ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ടപ്പൊരിന്നോ അല്ലെങ്കിൽ ബോണ്ടാന്നോ ഒക്കെ വിളിക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു 5 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. മൈസൂർ പഴമെന്നോ അല്ലെങ്കിൽ ചെറുപഴം എന്നൊക്കെ വിളിക്കുന്ന പഴമാണ് എടുത്തിട്ടുള്ളത്. 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇനി എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊടിയിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. ബാക്കി വെള്ളം ചേർക്കാം, കുഴപ്പമില്ല. ഞാൻ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കരിഞ്ജീരകമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കരിഞ്ജീരകമോ അല്ലെങ്കിൽ ചെറിയ ജീരകമോ ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കരിഞ്ജീരകമാണ്. ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിമം ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇത് ഞാനിപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ബാക്കി വെള്ളം ചേർത്തതാണ്. പഴത്തിൻ്റെ മിക്സ് ചേർക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് കയ്യിലൊട്ടുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല എണ്ണ മുങ്ങുന്ന തരത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ചെറിയ ചെറിയ ബോളാക്കി ഇട്ട് കൊടുത്താൽ മതി. കടയിൽ നിന്ന് കിട്ടുന്ന പോലെ വലിയ ബോളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ വേണ്ടി വരും. ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കണ്ടില്ല, അപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡിയാണ്. നല്ല സൂപ്പർ സോഫ്റ്റാണ് കേട്ടോ. പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, പക്ഷേ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. നന്നായിട്ട് ആരെടുത്തിട്ടുമുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.